എന്ന് പറയാൻ എനിക്ക് 3 മണിക്കൂർ നീണ്ട ഒരു ഫാൻസി ഡ്രസ് അല്ലെങ്കിൽ ഒരു നാടകമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ കമലഹാസൻ്റെ സിനിമ ഞാൻ അത് കഴിവതും തിയേറ്ററിൽ പോയി കാണുമല്ലോ. ഭയങ്കര ഓവർ ആക്ടിങ് പുള്ളിയുടെ അതെല്ലാം ഇതിലും പ്രതിഫലിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഫാൻസി ഡ്രസ്സായിട്ടാണ് തോന്നിയത്. ഞാൻ ഏകദേശം സിനിമ 3 മണിക്കൂറുള്ള 1 മണിക്കൂറോളം ഞാൻ നന്നായിട്ട് ഉറങ്ങി തിയേറ്ററിനകത്തിരുന്ന്. അമ്മാതിരി. പിന്നെ സിനിമയുടെ കഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിജയ്, സൂര്യയുടെ ഒക്കെ സിനിമയിൽ കാണുന്ന പോലെ എന്തെങ്കിലും ഒരു സോഷ്യൽ ഇഷ്യൂ, എനിക്ക് തോന്നുന്നു മറ്റ് സിനിമകളിൽ കാണിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ വിഷയമായിട്ട് കാണിച്ചേക്കുന്നത്. അത്രയ്ക്ക് ഒരു വായിക്ക് കൊള്ളാത്ത സിനിമ എന്ന് തന്നെ പറയാം. കമലഹാസൻ്റെ ലാസ്റ്റിലുള്ള സിനിമകൾ പോലെ ഒരു വെറുപ്പിക്കൽ സിനിമയെന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത്രയ്ക്ക് കൊള്ളില്ല. കാരണം നമ്മൾ ഉറങ്ങിപ്പോവും ആ സിനിമ കാണുമ്പോൾ. അതാണ് സാധാരണ നമ്മൾ കണ്ടിട്ടില്ല. ചില സിനിമകളൊക്കെ ഫസ്റ്റ് മുന്നെക്കാട്ടിയും സെക്കൻഡ് ഭയങ്കര സൂപ്പർ ഹിറ്റുകളായിട്ട് മാറും. ഇത് അദ്ദേഹം യന്ത്രൻ എടുത്തു, അതിൻ്റെ രണ്ടാം പാർട്ടും ഭൂലോക ഫ്ലോപ്പായിരുന്നു. ഇപ്പം ഇന്ത്യൻ എന്ന് പറഞ്ഞ സിനിമയെ പോലും നമ്മൾ വെറുത്തു പോകും ഇന്ത്യൻ 2 കണ്ട. അത്രയ്ക്ക് ഭയങ്കര സൂപ്പർ ഹിറ്റായിരുന്ന ഒരു സിനിമയായിരുന്നു. അതിൻ്റെ രണ്ടാം ഭാഗം എടുത്ത് നശിപ്പിച്ചെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ രണ്ടും സംവിധായകൻ ഒരാൾ തന്നെ ഉണ്ട്. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്. അന്ന് ഈ എൻ്റെ സംഭാഷണവും എൻ്റെ ആ തിരക്കഥ സുജാത എന്നും പറഞ്ഞൊരു കക്ഷിയായിരുന്നു. പുള്ളി ഇപ്പോൾ ഇല്ല, പുള്ളി മരിച്ചുപോയി. എനിക്ക് തോന്നുന്നു അതൊക്കെ ആയിരിക്കും എൻ്റെ ഒരു പോരായ്മയായിട്ട്. നന്നായിട്ട് അദ്ദേഹത്തിൻ്റെ ഈ ശങ്കറിൻ്റെ ഒരുപാട് സിനിമകൾക്ക് എഴുതിയ ആളാണ് സുജാത എന്ന് പറയുന്ന ആള്. പുരുഷനാണ്. പക്ഷെ അദ്ദേഹം 2008-ലോ 2010-ലോ എന്തോ മരിച്ചുപോയി. പുള്ളിയുടെ ആ ഒരു അഭാവം ഈ സിനിമയിൽ എനിക്ക് തോന്നുന്നുണ്ട്. കമലഹാസൻ നമ്മുടെ പക്കാ മറ്റ് തമിഴ് സിനിമകളിൽ കാണുന്ന പോലെയുള്ള ഒരു സോഷ്യൽ ഇഷ്യൂ അത് ഇത്. പിന്നെ ആകെ സഹിക്കാൻ പറ്റാത്തത് കമലഹാസൻ്റെ ഓവർ ആക്ടിങ്. പിന്നെ ഫാൻസി ഡ്രസ് മുഖത്ത് നമുക്ക് അറിയാം. ആ മേക്കപ്പ് ഒക്കെ ഒട്ടിച്ച് വെച്ചേക്കുന്നത് ശരിക്കും നമ്മൾ സ്റ്റേജിൽ ചെന്ന് ഒരു ഫാൻസി ഡ്രസ് മത്സരം കാണാം എങ്ങനെ തോന്നുന്നു അതേപടി തന്നെയാണ് ഈ സിനിമ കാണുമ്പോൾ തോന്നുന്നത്. അത്രയ്ക്ക് ഒരു വകയ്ക്കൊള്ളാത്തൊരു സിനിമ.